കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചൗരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 മണിക്കൂർ നേരം നമുക്കിതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് സോക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം. ഇപ്പം ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത്. നമ്മൾ മിക്സിയിൽ അടിച്ച് മാവ് പോലെ അങ്ങ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു തരി പോലെ ഉണ്ടായിരിക്കും. അത് അങ്ങനെ ഉള്ളതാണ് ഇത് കാണാൻ ഭംഗിയുള്ളത്. നമ്മൾ ഡിഷൊക്കെ ഇത് തയ്യാറാക്കി കഴിഞ്ഞ് നമുക്ക് കാണാനായിട്ട് ഭംഗി അങ്ങനെ ചെറിയ തരികളുള്ളതാണ്. ഇപ്പം നമുക്കിതിലേക്ക് 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റണം. ഞാനിത് കയ്യിൽ ശകലം നെയ്യ് ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റാവുന്നതാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം 1-2 എണ്ണം തയ്യാറാക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. അത് കഴിയുമ്പോൾ കയ്യിൽ പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാറില്ല. അപ്പം ഞാൻ ഇതേ വലിപ്പത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വലിപ്പം കൂടുതൽ വേണമെങ്കിലും ഇതിലും വലിപ്പം കുറച്ച് ആയിട്ട് ചെറുതായിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇനി വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു കടായിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കടായിൽ നിന്ന് തന്നെ ഒരു ചെറുതായിട്ട് ചൂടായ പാൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ചെറിയ ചൂട് പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കലക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് കലക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് പൗഡർ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വാങ്ങുന്ന ഏത് പാലായാലും നമുക്കത് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. ഇനി ഒട്ടും കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് ഒന്ന് തിക്കാക്കി എടുത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാലിങ്ങനെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് സൈഡിലൊക്കെ ഇങ്ങനെ വറ്റി പാട വരുമ്പോൾ അതുകൂടെ ഒന്ന് ആ സ്പാച്ചിൽ ഉപയോഗിച്ച് ഇളക്കി പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മളിതിലേക്ക് കാർഡമം പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ പാല് തിളപ്പിച്ച് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഷുഗറിന് പകരം കൽക്കണ്ടം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സാബുദാന ബോൾസ്, ചൗരിയുടെ ബോൾസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ്. ആ പാലൊക്കെ നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ജെല്ലി ബോൾസ് പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് ചെറുതായി സ്ലൈസ് ചെയ്ത് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കാൻ വളരെ നല്ലതാണ്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചെറുതായി സ്ലൈസ് ചെയ്ത പിസ്തയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് വേറെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി തണുപ്പിച്ച് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ, നല്ല ഡെസേർട്ടാക്കി കഴിക്കാനൊക്കെ വളരെ നല്ല ടേസ്റ്റാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാം. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം.
അതുവരെ എല്ലാവർക്കും താങ്ക് യു.